ഞങ്ങൾക്ക് രാജസ്ഥാനിലാകെ 6000 രൂപ ചെലവായല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാ അതാണ് സത്യം. എന്നാലും ആ കാലത്ത് തന്നെ ഇവന്മാർ എന്തോരം പൈസയാ ചെലവാക്കിയത്. പറയുന്നത് വേറൊന്നിനെ കുറിച്ചല്ല, ജയ്പൂരിനെ കുറിച്ചാ. പിങ്ക് സിറ്റി, രാജസ്ഥാന്റെ ക്യാപിറ്റൽ. അവിടുത്തെ ഓട്ടോക്കാരായിട്ട് അടിയുണ്ടാക്കിയിട്ട് നിങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്യാൻ പോയത് ഹവാമഹലിലോട്ടാണ്. ഇതിൽ മൊത്തം 983 ജനാലകളുണ്ട്. റാണിമാർക്ക് വെളിയിൽ നടക്കുന്ന പരിപാടികൾ ആസ്വദിക്കാനും കാറ്റ് ഉള്ളിലേക്ക് കിടക്കുന്നത് വഴി കൊട്ടാരം കുറച്ച് കൂളായിട്ടിരിക്കും. ബാക്കിൽ കാണുന്ന രാജാക്കന്മാരുടെ സമ്മർ പാലസ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞങ്ങളും കുറച്ച് റിച്ച് ആവാന്ന് വിചാരിച്ചു. എങ്ങനുണ്ട്? പൊളിയല്ലേ? ഹവാമഹലിന്റെ അടുത്ത് തന്നെയാ ജൽമഹൽ വരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഓട്ടോണിനെയും കൂട്ടിയിട്ട് കടുവകളുടെ അടുത്ത് നെഹർഗഡ് ഫോർട്ടിലേക്കാണ് കേട്ടോ. നെഹർഗഡ് എന്ന് പറഞ്ഞാൽ കടുവകളുടെ വാസസ്ഥലം എന്നാണ് അർത്ഥം വരുന്നത്. വലിയൊരു കോട്ട തന്നെ. എവിടെ നോക്കിയാലും നമുക്ക് റോയൽ ഫ്രെയിംസ് കാണാൻ പറ്റും. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജയ്പൂർ സിറ്റി മൊത്തം നമുക്ക് ഈ ഒരു കോട്ടയിൽ നിന്ന് കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ള ജയ്പൂർ സിറ്റിയുടെ വ്യൂ അത്രയ്ക്ക് അടിപൊളിയാണ്. അതേപോലെ തന്നെ സൺസെറ്റും നിങ്ങൾ കണ്ടു നോക്കുക, അത്രയ്ക്ക് മനോഹരമായി ഇവിടുന്ന് കാണാം. പിന്നെ ഫോർട്ടിൽ നിന്നുള്ള സിറ്റിയുടെ നൈറ്റ് വ്യൂ നിങ്ങൾ മിസ്സാക്കരുത്. അവിടെ നിന്ന് റൂമെത്താനുള്ള ഓട്ടോയ്ക്കൊക്കെ കുറച്ച് കത്തിയായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ നേരെ സിറ്റി പാലസിലോട്ട്. സിറ്റി പാലസിന്റെ ടിക്കറ്റ് കാണുമ്പോൾ തന്നെ നമുക്കൊരു റോയൽ ഫീലാ. അതിന്റെ ഉള്ളിലെ കൊത്തുപണികളും ബിൽഡിങ്സും നമ്മൾ ഫോട്ടോ എടുക്കാൻ ഫോൺ എവിടെ വെച്ചാലും ആ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് രാജകീയമായിരിക്കും. കാരണം അതിന്റെ ഉള്ളിലെ അവരങ്ങനെ അത് പണിത് വെച്ചിരിക്കുന്നത്. ഒട്ടേറെ ചരിത്രങ്ങളും കാഴ്ചകളും നമുക്ക് അതിന്റെ ഉള്ളിൽ ആസ്വദിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്തുള്ള ജനതാ മന്ദിരം സന്ദർശിച്ച് ഞങ്ങൾ നേരെ പോയത് ജയ്പൂരിലെ ഒരു സ്വീറ്റ് ഷോപ്പിലോട്ട്. അവിടെ നിന്ന് കിട്ടിയതാണ് ഈ ഗുജറാത്തി താലി. മൊത്തത്തിൽ മധുരത്തിന്റെ ഒരു കലവറ തന്നെയായിരുന്നു. എടുത്തു പറയേണ്ടത് അവിടുത്തെ ചായ അടിപൊളിയായിരുന്നു. നേരെ ഞങ്ങൾ ആൽബർട്ട് മ്യൂസിയത്തിലോട്ട് നടന്നു. അവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ പഴയ കോയിൻസും ബാക്കിയുള്ള പഴയ പഴയ ചരിത്രങ്ങൾ അവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ചരിത്രപ്രസിദ്ധമായ ആംബർ ഫോർട്ട് കണ്ടു. അതിന്റെ ഉള്ള അമ്പലത്തിൽ പിള്ളേർ ഡ്രമ്മിൽ അടിച്ച് കളിക്കുന്നത്. അതിന്റെ ആവശ്യകത എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അവസാനമായിട്ട് ഞങ്ങൾ ജയ്പൂരിൽ വന്ന് ഞങ്ങളുടെ ഷോപ്പിംഗ് തുടങ്ങി. ഞങ്ങൾക്ക് ലീവ് ഇല്ലാത്തതുകൊണ്ട് മിസ്സായ സ്ഥലം എന്ന് പറയുന്നത് ജയ്സൽമീറും ബിക്കനീറുമാണ്. മൊത്തം 5 ദിവസത്തെ ട്രിപ്പായിരുന്നു. പാക്കേജ് എടുക്കാതെ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്തു. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിൽ ഓരോ സിറ്റിയിലേക്ക് യാത്ര ചെയ്യാൻ ഞങ്ങൾ ട്രെയിനെ ഡിപ്പെൻഡ് ചെയ്തു. AC കോച്ച് നേരത്തെ തന്നെ ബുക്ക് ചെയ്തു. അതിന്റെ ഉള്ളിലുള്ള യാത്രകൾ റിക്ഷാസും ബാക്കി പബ്ലിക് ട്രാൻസ്പോർട്ടും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ട്രിപ്പിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ ഒട്ടേറെ ഓർമ്മകളുമായിട്ട് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് വരുന്നു. ഒന്നുകൂടെ പോകണമെന്നുണ്ട് ഇനിയിപ്പോൾ രാജസ്ഥാനിൽ.